നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം. പക്ഷെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത്. ജനം ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. അത് നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം. ചെറുപ്പക്കാർ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത്. ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല. നമ്മളൊക്കെ ഒരു 5-10 കൊല്ലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഫൈറ്റിന്റെ അടിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് വരും. പക്ഷേ സംഘ് പരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം, അതിന്റെ ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന 2026 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് 25 സീറ്റാണ്. 20 സീറ്റെങ്കിലും അവർ പിടിച്ചിരിക്കും. 2031 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തോട് അധികാരത്തിൽ വരും. അവർക്ക് തിരക്കില്ല. അവർ സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ സുഖം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങളിവിടെ ശക്തരാണല്ലോ, ഞങ്ങൾ കൂടുതലാണല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. വർഗീയ കലാപമുണ്ടായ വർഗീയ ഭൂമികളിലൂടെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി. കേരളത്തിലെ ജനം കേൾക്കുമ്പോൾ നല്ല രസാ, വർഗീയത വർഗീയത. ഒരു കലാപം ഉണ്ടായി നോക്കണം, അപ്പൊ നിങ്ങൾക്കറിയാം. ഇപ്പൊ വല്ല ടെൻഷനുണ്ടോ ഈ നാട്ടിൽ ജീവിക്കാൻ? 4 മണിക്ക് വരുന്ന കുട്ടികൾ, സ്കൂൾ ബസ് 4:15 അമ്മമാർക്ക് ബേജാറില്ല. ഒരു 4:30 വീട്ടിൽ നിന്നൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കും. 4:30 വന്നില്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ വിളിച്ചു നോക്കും. അപ്പൊ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു നോക്കും. അപ്പോഴേക്ക് എന്തെങ്കിലും വിവരം കിട്ടും. 5 മണിവരെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് 6 മണിക്ക് മടങ്ങിയെത്തുന്ന കുടുംബം 6:30 ഭർത്താവ് എത്തിയില്ലെങ്കിലും 7:30 എത്തിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. 6 മണിക്ക് എത്തുന്നവരെ 7 കണ്ടില്ലെങ്കിൽ വിളിച്ചു നോക്കും. ഏട്ടാ നിങ്ങൾ എവിടെ? കാണുന്നില്ലല്ലോ. ഇത്ര ഉണ്ടാവൂ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഫിനിഷ്. എന്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി? 4 മണിക്ക് സ്കൂൾ വണ്ടി വീടിന്റെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ 3:50 തന്നെ എന്താ പറയാ, അമ്മമാർക്ക് മനസ്സിലാന്തൽ തുടങ്ങും. അവിടെയും ഇവിടെയൊക്കെ കുത്തും വെടിയപ്പൊക്കെ നടന്ന നാടായിരിക്കും. ദൈവമേ എന്റെ കുട്ടി അപകടമില്ലാതെ എത്തണേന്ന് പ്രാർത്ഥിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് 4:05 ആയാൽ വെപ്രാളം തുടങ്ങും. 4:10 കുട്ടിയെ കണ്ടിട്ടില്ലെങ്കിൽ ഇറങ്ങി ഓടും തള്ളമാർ. ഇതേ സ്ഥിതി തന്നെയാണ് മറുഭാഗത്തും. കൊന്നവനും കൊല്ലിച്ചവനും മരണപ്പെട്ടവരും ആർക്കും ഒരു സുഖമുണ്ടാവും എന്ന് നിങ്ങൾ കരുതണ്ട. അതാണ് വർഗീയത. ഒന്നും നേടാനില്ല, അതുകൊണ്ട് നശിക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് ആളുകൾക്ക് മന്ത്രി MLA ആകാം, അതിലപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് ഈ സംസാരിക്കുന്ന വേദിക്കപ്പുറത്തുള്ള ആ ചായക്കടയിൽ പോയി നോക്കിയാൽ അവിടെ തോമസും അബ്ദുറഹ്മാനും ഒരു ചായ 2 കുടിക്കുന്നുണ്ടാവും. തൊട്ടപ്പുറത്ത് ഭാസ്കരേട്ടനുണ്ടെങ്കിൽ ഒരു മുറുക്ക് അയാൾക്കും കൊടുക്കും. ഇല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പൊ സുഖു എന്താ അവിടെ വന്നിരിക്കുന്നത്? 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ്. 8 ചില്ലാനം കൊല്ലം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയാ ഞാൻ ജീവിച്ചത്. ഒരു വാക്ക്, ഈ നിൽക്കുന്നത് ലിജു ക്രിസ്ത്യാനിയാ, എന്റെ ഗൺമാൻ. ഇപ്പുറത്ത് നിൽക്കുന്നു പ്രതീഷ്, ഹിന്ദുവാ. ആരാ? എന്റെ ഗൺമാൻ. എന്റെ PA സജീവൻ. എന്റെ വീട്ടിൽ നിൽക്കുന്ന 3 ജോലിക്കാർ, എന്റെ ചേച്ചിമാർ ഇവിടെ ഉണ്ട്. പത്രക്കാരെ ഒന്ന് കാണണങ്ങൾ. എവിടെ ഇരുത്തിക്കണം ഞാനെ? എവിടെ? നിങ്ങളൊന്ന് കാണണം, ചോദിക്കണം. ഞാൻ കൊണ്ടുവന്നതാ. 30-40 വർഷമായി വീട്ടിലുള്ളവരുണ്ട് അവിടെ. ഒന്ന് തങ്കമണി ചേച്ചിയാണ്, ഒന്ന് ചിന്നമ്മയാണ്, ഒന്ന് ശോഭയാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർ. അൻവറിനെ അങ്ങനെ വർഗീയവാദിയാക്കാൻ 4 ആള് ചാപ്പകുത്താൻ നടന്നാൽ അത് നടക്കൂല. 150 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ കുടുംബത്തിന്.
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ കൊടുത്തവരുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെലവഴിച്ച തലമുറയിൽ നിന്ന് ഞാൻ വരുന്നത്.